ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് കലുവിന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം. സ്കാനിങ് ഇന്നാണ്. ഒരാഴ്ച മുന്നേ ഡേറ്റ് കിട്ടിയെങ്കിലും അന്ന് അവർ ചെന്നപ്പോൾ സ്കാൻ ചെയ്യുന്ന ഡോക്ടർ പെട്ടെന്നെന്തോ അവധിയിലായിരുന്നു. അതിനുശേഷം ഇന്നാണ് അവർക്ക് ഡേറ്റ് കിട്ടിയത്. കണ്ണൻ കാലത്ത് തന്നെ കല്ലുവിൻ്റെ വീട്ടിലെത്തി. കയറി വാ മോനെ, കാപ്പി കുടിക്കാം. ഒന്നും വേണ്ട അച്ഛമ്മേ, ഞാൻ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ദേ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, 2 കഴിക്കും മോനെ. അവർ കുറെ നിർബന്ധിച്ചു. പിന്നെ അവനൊരു അപ്പം എടുത്ത് വെറുതെ ചായയുടെ കൂടെ കഴിച്ചു. കല്ലു അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി വന്നു. വയറൊക്കെ നന്നായി വീർത്ത് വരുന്നുണ്ട്. ഈ ടോപ്പ് അങ്ങോട്ട് പിടിച്ച് കെട്ടിയ പോലെയാണല്ലോ കല്ലു. അച്ഛൻ അകത്തേക്ക് പോയ സമയത്ത് കണ്ണൻ പിറുപിറുത്തു. ഏട്ടാ, ഇന്ന് നമുക്ക് കടയിൽ കയറി അത്യാവശ്യം കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കണം. ശരി. അവൾ റെഡിയായി വന്നപ്പോൾ ഉഷയും എത്തിയിരുന്നു. അടുത്തുള്ള അംഗനവാടിയിലാണ് അവർക്ക് ജോലി. കണ്ണൻ വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല അപ്പച്ചി, വന്നൊരു ചായ കുടിച്ചതേ ഉള്ളൂ. ഇടിയപ്പവും ചിക്കൻ കറിയുണ്ട്, കൈ കഴുകും മോനെ, കഴിക്കാം. അയ്യോ ഒന്നും വേണ്ട അപ്പച്ചി, ഞാൻ രാവിലെ വീട്ടിൽ നിന്നും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എൻ്റെ ഉഷയെ, ഈ കുട്ടിയൊന്നും കഴിച്ചില്ല, ഞാൻ ഒരുപാട് പറഞ്ഞാണ്. അച്ഛമ്മ ഇറങ്ങി വന്ന് താടിക്ക് കൈ കൊടുത്തു നിന്നു. അപ്പച്ചി, അച്ഛമ്മേ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, നേരം വൈകുന്നു. കല്ലു അവളുടെ സാധനങ്ങളൊക്കെ നിറച്ച ഒരു ഭാഗമായി ഇറങ്ങി വന്നു. ഉഷയാണെങ്കിൽ ഒരു ഏത്ത വാഴക്കുല എടുത്ത് കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു. അപ്പം കുറച്ച് നാളികേരവും കുറച്ച് പച്ചക്കപ്പയും. ഇതൊക്കെ എന്തിനാണ് അപ്പച്ചിയെ? അങ്ങനെ കാര്യമായിട്ട് ഒന്നുമില്ല മോനെ, നമ്മുടെ അടുത്ത് വീട്ടിൽ നിന്ന് മേടിച്ച പഴക്കുലയാണ്, വിഷു ഒന്നും ചേർത്തതല്ല കേട്ടോ, ഉഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, വെറുതെ എന്തിനാ പൈസ കളഞ്ഞത്? ഏയ് അതൊന്നും സാരില്ല കണ്ണാ, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. കല്ലുവാണെങ്കിൽ അപ്പച്ചിക്കും അച്ഛമ്മയ്ക്കുമൊക്കെ ഉമ്മ കൊടുത്തിട്ട് മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. അച്ഛമ്മയ്ക്ക് കൂടി വരാമായിരുന്നു ഞങ്ങളോടൊപ്പം. ഞാൻ വരാം മോനെ, കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. കല്ലുവിനെ കാറിൻ്റെ മുൻ സീറ്റിൽ കയറാൻ സഹായിച്ചുകൊണ്ട് അവർ കണ്ണനോട് പറഞ്ഞു. താമസിക്കാതെ വാ കേട്ടോ, ഞങ്ങളൊക്കെ അല്ലേ ഉള്ളൂ അവിടെ. വരാം മോനെ, ഡേറ്റ് ആകാറാകുമ്പോൾ ഞാൻ വരാം. അവർ കണ്ണനോട് ഉറപ്പ് പറഞ്ഞു. രണ്ടാളോടും യാത്ര പറഞ്ഞുകൊണ്ട് കല്ലുവും കണ്ണനും കൂടെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞ് കാണും. അവർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പോൾ പേര് വിളിച്ചപ്പോൾ കല്ല് ശീതീകരിച്ച മുറിയിലേക്ക് കയറി. അവളുടെ വീർത്ത വയർമേൽ മെല്ലെ തണുത്ത് ജൽ തേച്ച് കൊടുത്ത് അവിടുന്ന് സിസ്റ്റർ, കാളുതി, കുഞ്ഞിന് 8 മാസത്തെ വളർച്ചയായിട്ടുണ്ട്, അതനുസരിച്ച് തൂക്കമുണ്ട് കേട്ടോ, ഡോക്ടർ പറഞ്ഞപ്പോൾ അവൾ പുഞ്ചിരി തൂകി. ഇതാണ് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്. അവർ വയറിൻ്റെ ഇടതുവശത്തേക്ക് മെല്ലെ പ്രസ് ചെയ്ത് അവളെ കേൾപ്പിച്ചു. തൻ്റെ കൺമണിയുടെ തുടുപ്പ് കേട്ടതും അവളുടെ മാതൃഹൃദയം സന്തോഷം കൊണ്ട് വിങ്ങി. കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ശരി ഡോക്ടർ. സിസ്റ്റർ കൊടുത്ത സ്കാനിങ് റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് കല്ല് വെള്ളിലേക്ക് ഇറങ്ങി വന്നു. നോക്കിയപ്പോൾ കണ്ണനെ അവിടെ ഒരിടത്തും കണ്ടില്ല. ഈശ്വര, ഏട്ടനിത് എവിടെ പോയി? ചുറ്റിലും നോക്കിയെങ്കിലും കല്ലുവിന് അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഭാഗ്യേട്ടനെ ഏൽപ്പിച്ചാണ് പോയത്, ഫോൺ വിളിക്കാനും പറ്റുന്നില്ലല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ ഒരു സ്ത്രീ അവളുടെ അരികിലേക്ക് വന്നു. മോളെ, എന്താ ചേച്ചി, ഇത് മോളുടെ ബാഗാണോ? അവിടെ കൈവശം കല്ലുവിൻ്റെ ബാഗുണ്ടായിരുന്നു. അതെ ചേച്ചി, മോളുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ ഇതിവിടെ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയതാണ്, അതിൻ്റെ ഭർത്താവാണ്. എപ്പോഴാ ചേച്ചി പോയേ? മോൾ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞു. ആര്യെ ഫോണിൽ വിളിച്ചുകൊണ്ട് പോയതാണ്, എന്തെങ്കിലും ആവശ്യം വന്ന് കാണും എന്നോർത്തുകൊണ്ട് കല്ലു അവിടെ കിടന്ന ഒരു കസാരയിൽ പോയിരുന്നു. അല്പസമയം കൂടി നോക്കിയെങ്കിലും കണ്ണൻ എത്തിയില്ല. കുറച്ച് കഴിഞ്ഞ് അവൾ ഫോൺ എടുത്ത് അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചുവെങ്കിലും സ്വിച്ച് ഓഫ് എന്നാണ് അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. കല്ലുവിനാകെ പരവേശം പോലെ. ഭഗവാനെ, എൻ്റെ എന്തെങ്കിലും. അവൾ ഒരു തരത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റു. സ്കാനിങ് റിപ്പോർട്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടതാണ്. പക്ഷേ ഏട്ടനെ കാണഞ്ഞതുകൊണ്ട് അവൾക്ക് പേടിയായി തുടങ്ങി. വിറയ്ക്കുന്ന കാലടികളോടെ അവൾ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. കാർ അവിടെ ഉണ്ടോ എന്ന് നോക്കാനായിരുന്നു. അവിടെ ചെന്നപ്പോഴും നിരാശയായിരുന്നു ഫലം. എൻ്റെ മഹാദേവ, ഇത്രയും സമയം കൊണ്ട് കണ്ണേട്ടൻ്റെ എവിടെ പോയി? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്നാണ് അവളുടെ ഫോണിൽ ഷോഫ വിളിച്ചത്. അമ്മേ. ആ മോളെ, സ്കാനിങ് കഴിഞ്ഞു, ഡോക്ടർ എന്തു പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല അമ്മേ. എന്താ മോളെ നിൻ്റെ ശബ്ദം അടഞ്ഞ പോലെ, എന്തു പറ്റി? കണ്ണൻ എന്തിയേ? ഷോഫയ്ക്ക് പരിഭ്രമമായി. അതമ്മേ, ഏട്ടനെ ഇവിടെയൊന്നും കാണുന്നില്ല. കാണുന്നില്ലെന്നോ? അവനവിടെ പോയി? അറിയില്ലമ്മേ, ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല, സ്വിച്ച് ഓഫായി. എൻ്റെ ദൈവമേ, ഇനി അവനിത് എവിടെയാ? മോളെ, നീ ആ കാറിൻ്റെ അടുത്തേക്ക് ചെല്ല്. ഇനി എന്തെങ്കിലും ആവശ്യത്തിന് കാറിൽ നിന്നും എന്തെങ്കിലും എടുക്കാനോ മറ്റോ പോയതാവുമോ? ഞാനിപ്പോൾ പാർക്കിംഗ് ഏരിയയിലാണമ്മേ. അത് പറഞ്ഞപ്പോൾ കല്ല് കരഞ്ഞു. മോള് വിഷമിക്കേണ്ട, ഞാൻ ശ്രീക്കുട്ടിയും സുനീഷിനെയും ഒന്ന് വിളിക്കട്ടെ കേട്ടോ. ഷോഫ തിടുക്കത്തിൽ ഫോൺ കട്ട് ചെയ്തു. ചേട്ടാ. അടുത്ത് നിർത്തിയിട്ടിരുന്ന കാറിലെ ആളെ കല്ല് വിളിച്ചു. എന്താ മോളെ? അത് ഇവിടെ അല്പം മുൻപ് കിടന്ന ഒരു വെളുപ്പ് നിറമുള്ള സ്വിഫ്റ്റ് കാർ ചേട്ടൻ വന്നപ്പോൾ കണ്ടിരുന്നോ? ആ, അതിൻ്റെ ആള് ആരെയും ഫോണിൽ വിളിച്ചുകൊണ്ട് ആ വണ്ടിയും എടുത്ത് പോയല്ലോ മോളെ. ഒരുപാട് നേരമായോ? ഇല്ല, ഒരു 20 മിനിറ്റ്.
അപ്പോൾ താൻ സ്കാനിങ്ങിന് കയറിയ സമയത്താണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് കല്ലുവിന് മനസ്സിലായി. ശ്രീകുട്ടിയുടെ കോൾ വന്നപ്പോൾ അവൾ വേഗം ഫോൺ എടുത്ത് കാതോട് ചേർത്തു. ഹലോ കല്ലു, ശ്രീകുട്ടി എവിടെ നീ? ഞാൻ ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു. കണ്ണേട്ടനെ കാണുന്നില്ല. നീ വിഷമിക്കാതെ, ഏട്ടൻ എന്തെങ്കിലും ആവശ്യം വന്ന് പോയതാവും. എനിക്ക് പേടിയാകുന്നു. കല്ലുവിൻ്റെ വാക്കുകൾ മുറിഞ്ഞു. ദേ ഒരു 10 മിനിറ്റ്, ഞങ്ങളിപ്പോൾ അവിടേക്ക് വരാം. നീ അവിടെ നിൽക്ക്. ശ്രീകുട്ടി ഏട്ടൻ, നീ സങ്കടപ്പെടാതെ, ഏട്ടൻ ഇപ്പോൾ വരും. ശ്രീകുട്ടി ഹോസ്പിറ്റലിൽ എത്തുമ്പോഴും അവളോട് സംസാരിക്കുകയായിരുന്നു. കലു നീ കരയാതെ, ഏട്ടൻ എന്ത് സംഭവിക്കാനാണ്? അവളെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുമ്പോഴും ശ്രീകുട്ടിയുടെ ഉള്ളം തേങ്ങുകയായിരുന്നു. തൻ്റെ കണ്ണേട്ടൻ എവിടെ പോയി എന്നറിയാതെ വീട്ടിലെത്തിയപ്പോൾ കണ്ടു വാതിൽക്കലിരിക്കുന്ന അച്ഛനെയും അമ്മയെയും. അവരെ കണ്ടും രണ്ടാളും ഓടി വന്നു. വിളിച്ചിട്ട് കിട്ടിയോ മോളെ? ശോഭ കരയുകയാണ്. അവരെ കണ്ടതും കല്ലുവും പൊട്ടിക്കരഞ്ഞു. ഷോ ഈ അമ്മ ഇങ്ങനെ തുടങ്ങിയ? അമ്മേ ഇപ്പം കല്ലുവിനെ കൂട്ടി അകത്തേക്ക് ചെല്ല്, ഞാനും ശ്രീകുട്ടിയും ഇപ്പോൾ വരാം. സുനീഷ് അവരെ എല്ലാവരെയും ആശ്വസിപ്പിച്ചു. നെഞ്ചി തടവി നിൽക്കുകയാണ് രാജൻ. മോളെ നീ അകത്തേക്ക് ചെല്ല്. ശോഭയെ മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തേ, അയാൾ ശോഭയോട് പറഞ്ഞു. വാ മോളെ. അവർ അവളെ കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോയി. എൻ്റെ കണ്ണേട്ടൻ ഇത് എവിടെ പോയി ഈശ്വര? ആൾക്ക് എന്തെങ്കിലും അപകടം? എൻ്റെ മഹാദേവ, ഒരാപത്തിലും കൊണ്ടുപോയി ചാടിക്കലേ. സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ എനിക്ക് എൻ്റെ ഏട്ടനും വീട്ടുകാരും അച്ഛമ്മയ്ക്കുള്ളൂ. കല്ലു പേടിയോടെ ബെഡിലിരിക്കുകയാണ്. ഇടയ്ക്കെല്ലാം ഫോൺ എടുത്ത് അവൾ വിളിച്ചു നോക്കി. പക്ഷെ നിരാശയോടെ അവൾ ഫോൺ ബെഡിലേക്ക് വെച്ചു. ഈ സമയത്ത് ശ്രീകുട്ടിയും സുനീഷും കൂടി ഹോസ്പിറ്റൽ വാതിൽക്കലുള്ള കടയിൽ കയറി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. സുനീഷിൻ്റെ കൂട്ടുകാരൻ്റെ പരിചയത്തിലുള്ള ഒരു കടയായിരുന്നു അത്. കണ്ണൻ്റെ കാർ പോകുന്നത് മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. സമയം പിന്നിട്ട് കൊണ്ടേയിരുന്നു. എത്ര വലിയ ആവശ്യത്തിനായപ്പോലും കണ്ണ് തിരികെ എത്തുമെന്ന് ഒരു പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. നേരം 4 മണിയോടടുത്തു. ഒരു വിവരവുമില്ല. രാജി സുമേഷുമൊക്കെ എത്തിയിട്ടുണ്ട്. മരണ വീട്ടിലെ പോലെയുള്ള അവസ്ഥയിലാണ് അവിടെ എല്ലാവരും. കല്ലുവാണെങ്കിൽ ഇതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. അതാണ് എല്ലാവർക്കും ഏറെയും വിഷമം. കരഞ്ഞു തളർന്ന് അകത്തെ മുറിയിലെ കസാരയിലിരിക്കുകയാണ് അവൾ. 5 മണിവരെ നോക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാമെന്ന തീരുമാനത്തിലാണ് സുമേഷൊക്കെ. ഇനി അഥവാ എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് പോയതാണെങ്കിലോ എന്നോർത്ത് ഈ കാര്യം അയൽപക്കത്ത് ആരോടും പറഞ്ഞില്ല. നേരം 5:30 കഴിഞ്ഞു. സുമേഷ് ഏട്ടാ, എങ്കിൽ നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകാം അല്ലേ? സുനീഷാണ്. ഒന്ന് പോയി അറിയിക്കാം. ഇത്രയും നേരമായില്ലേ? അവനും അഭിപ്രായപ്പെട്ടു. അങ്ങനെ അവർ രണ്ടാളും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായി ഇറങ്ങി. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിത് എവിടെ പോയാണാവോ? ഇത് എന്തൊക്കെയാണ് പെട്ടെന്ന് ഇവിടെ ഉണ്ടായത്? ശോഭ അലമുറയിട്ട് കരയുകയാണ്. കല്ലു അപ്പോഴേക്കും തളർന്നു വീണിരുന്നു. ആരൊക്കെ പറഞ്ഞിട്ടും ഒരല്പം വെള്ളം പോലും കുടിക്കാൻ അവൾ കൂട്ടാക്കിയില്ല. എൻ്റെ ഏട്ടൻ വന്നിട്ട് മാത്രമേ ഞാനിനി ഒരു വറ്റ് ചോറ് പോലും കഴിക്കൂ. കൊച്ചുകുട്ടികളെപ്പോലെ അവൾ വാശി പിടിച്ചു. വയറ്റിലൊരു കുഞ്ഞുള്ളതാണെന്ന് പറഞ്ഞിട്ട് പോലും അവൾ കൂട്ടാക്കിയില്ല. മേശമേൽ മുഖം പൂഴ്ത്തി കിടക്കുകയാണ് അവൾ. രാജിയാണെങ്കിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. എന്തെങ്കിലും ഒരു അറിവ് തൻ്റെ കൂടപ്പിറപ്പിനെ കുറിച്ച് ലഭിക്കാൻ. എന്നാലും ഏട്ടനിത് എവിടെ പോയി? ഒരു ഊഹവും കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണ് ശ്രീകുട്ടിയും. പരാതി നേരത്തെ കൊടുക്കേണ്ടതായിരുന്നുവെന്ന് അവൾ ഓർത്തു. ഫോൺ വിളിച്ച ടവർ ലൊക്കേഷൻ നോക്കാമായിരുന്നു. പക്ഷേ ഏട്ടൻ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവർ എല്ലാവരും. മോളെ ശ്രീകുട്ടി, അച്ഛനാണ്. എന്താ ചാ? എങ്ങനെയെങ്കിലും ആ കല്ലുവിനെ എന്തെങ്കിലും ഭക്ഷണം കഴിപ്പിക്കും മോളെ. ഒരു കുഞ്ഞുള്ളതല്ലേ? അവൾ വല്ലാത്ത വാശിയിലാണ്. ഒരുപാട് ഞാനും അമ്മയും ഒക്കെ പറഞ്ഞതാണ് അച്ഛാ. ഞാൻ ചെല്ലട്ടെ. അവൾ കല്ലുവിൻ്റെ അടുത്തേക്ക് പോയി. കല്ലു, ദയവ് ചെയ്ത് നീ എന്തെങ്കിലും കഴിക്ക്, ഇല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും മോളെ. എൻ്റെ ഏട്ടൻ വന്നോ? വന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചോളാം. ഇപ്പം എന്നെ ആരും നിർബന്ധിക്കണ്ട. കല്ലുവിൻ്റെ ശബ്ദം വിറച്ചു. ഏട്ടൻ ഉടനെ വരും, നീ കരയാതെ എഴുന്നേൽക്ക്. അപ്പോഴേക്കും രാജി ഒരു ഗ്ലാസ് ചായയും എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു. ഇതാ ഈ ചായയെങ്കിലും കുടിക്ക് കല്ലുവേ. അവളത് നീട്ടിയെങ്കിലും കല്ലു ഇത് മേടിക്കാൻ പോലും കൂട്ടാക്കിയില്ല. എൻ്റെ കണ്ണേട്ടൻ ഇവിടെ വരാതെ ഞാനൊന്നും കഴിക്കുകയില്ല, കുടിക്കുകയില്ല. അത് സത്യമാണ്. എൻ്റെ മഹാദേവനാണല്ലേ സത്യം. വീരോടെ പറയുന്നവളെ നോക്കിയിരിക്കുകയാണ് രാജയും ശ്രീകുട്ടിയും. അവരും അവളുടെ മുന്നിൽ നിസ്സഹാരായി നിന്നു. എന്നോട് ദേഷ്യം തോന്നില്ല ശ്രീകുട്ടി. ഏട്ടൻ വരാതെ, ഏട്ടനെ കാണാതെ എനിക്കൊന്നിനും കഴിയില്ല. അതുകൊണ്ടാണ് പ്ലീസ്. തങ്ങളുടെ മുൻപിൽ ഇരുന്ന് കരയുന്ന കല്ലുവിനെ ആശ്വസിപ്പിക്കാൻ പോലും ആവാതെ ആ സഹോദരിമാരും കരഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയി അവർ വേഗം തിരിച്ചെത്തിയപ്പോൾ രാജിയും ശോഭയും മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നും. നിങ്ങൾ അവിടെ വരെ ചെന്നില്ലേ? ഇല്ല, അവനിപ്പോൾ വരും, സുനീഷ് മെല്ലെ പറഞ്ഞു. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്താ എൻ്റെ മോന് പറ്റിയത്? ശോഭയുടെ നിലവിളിക്കടുത്തും കല്ലു മുറിയിൽ നിന്നും ഇറങ്ങി വേഗം വീടിലേക്ക് വന്നു. സുനീഷേ മോനെ, ആരാ നിങ്ങളോട് പറഞ്ഞത് അവനിപ്പോൾ വരുമെന്ന്?
രാജി ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു വണ്ടി വീടിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടത്. വണ്ടിയിൽ നിന്നും കണ്ണൻ ഇറങ്ങി വരുന്നത് കണ്ടതും എല്ലാവരും ഒരുപോലെ നിലവിളിച്ചു. അയ്യോ എൻ്റെ മോനെ, ഇതെന്നാ പറ്റി നിനക്ക്? അലറി വിളിച്ചുകൊണ്ട് ഷോഫ ഓടിപ്പോയി മകനെ പിടിച്ചു. നെറ്റിയിൽ വട്ടത്തിൽ വലിയൊരു കെട്ടുണ്ട്. അതുപോലെ തന്നെ വലത് കൈയിലും കാലിലുമൊക്കെ എന്തൊക്കെയോ മുറിവ് പറ്റിയിരിക്കുന്നു. ഇത് എന്നതാടാ ഞാൻ ഈ കാണുന്നത്? നിനക്ക് എന്തു പറ്റി? ഒന്നുമില്ലമ്മേ, അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഉമ്മറത്തേക്ക് കയറി. നിറഞ്ഞ മിഴികളോടെ തന്നെ നോക്കി നിൽക്കുന്ന കല്ലുവിനെ അവൻ കണ്ടു. അവളെ തോളിൽ ഒന്ന് തട്ടിയിട്ട് അവൻ കസാരിലേക്കിരുന്നു. മോനെ, എന്താച്ചാ ഇതെന്താടേ കാണുന്നത്? നീ എവിടെയായിരുന്നു മക്കളെ? അയാൾ വന്ന് മകൻ്റെ അടുത്തിരുന്നു. സുമേഷും സുനീഷും ഒക്കെ ഉണ്ട് അവൻ്റെ അടുത്ത് തന്നെ. കല്ലുവാണെങ്കിൽ എല്ലാം കണ്ട് ശ്വാസം നിലച്ച പോലെയാണ് നിൽക്കുന്നത്. ഏട്ടാ, എന്തെങ്കിലും ഒന്ന് പറയ്, ഞങ്ങളെല്ലാവരും എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ? ശ്രീകുട്ടി അവൻ്റെ അടുത്ത് വന്ന് കസേരയ്ക്ക് അരികിലായി മുട്ടുകുത്തിയിരുന്നു. അങ്ങനെ പറയാൻ തക്ക ഒന്നുമില്ലടി. അത് പറയുമ്പോൾ അവൻ്റെ വാക്കുകൾ ഇടറി. പിന്നെ എന്താണ് ഈ കാണുന്നത്? നീ എവിടെയായിരുന്നു ഇതേവരെ? അതച്ചാ, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതാണ്. ആർക്ക്? എല്ലാവരിലും ആകാംക്ഷയായി. നമ്മുടെ പപ്പച്ചിയുടെ പാറമടയിൽ നിന്നുമായിരുന്നു ഞങ്ങൾ കല്ലടിക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് പാർട്ടിക്കാർ വന്നു. അവർക്ക് ഫണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. പാപ്പച്ചി കാശ് കൊടുത്തതുമാണ്. പക്ഷേ അവർക്കത് പോരാ. ഒന്ന് രണ്ടും പറഞ്ഞ് അവർ വഴക്കായി. അന്നാണെങ്കിൽ എനിക്ക് അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതുകൊണ്ട് ആലോചിച്ചായിരുന്നു എൻ്റെ വണ്ടിയുമായിട്ട് പോയത്. അവനാണെങ്കിൽ പാർട്ടിക്കാർ പിള്ളേരുമായിട്ട് അടിയുണ്ടാക്കി. പാപ്പച്ചിയുടെ കുറച്ച് ശിങ്കിടികളും കൂടി പൊരിഞ്ഞാടി ആ പിള്ളേർക്കിട്ട് പെരുമാറി. ഇന്നലെ ആണെങ്കിൽ പാർട്ടിക്കാരുടെ ആളുകൾ വന്ന് എൻ്റെ ടിപ്പർ നോക്കി വെച്ചു. എന്നിട്ട് കവലയിൽ പോയി അന്വേഷിച്ചു. എൻ്റെ നമ്പറൊക്കെ ഓട്ടോ ഓടിക്കുന്ന മഹേഷിനോട് ചോദിച്ചു. എൻ്റെ ഭഗവാനെ, ഇതെന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ശോഭ നെഞ്ചത്ത് കൈവച്ചിരുന്ന് കരയൊക്കെയാണ്. രാജി അവരുടെ തോളിൽ പിടിച്ച് സമാധാനിപ്പിക്കുന്നുമുണ്ട്. കല്ലുവും ഞാനും കൂടി ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയൊക്കെ ഒരു വണ്ടി ഫോളോ ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ അത്രയും കാര്യമാക്കിയില്ല. ആ വണ്ടിയും ഹോസ്പിറ്റലിലേക്ക് കയറിയപ്പോൾ ആരെങ്കിലും മരുന്ന് മേടിക്കാൻ വന്നതാകുമെന്നാണ് ഞാൻ കരുതിയത്. കല്ലു സ്കാനിങ്ങിന് കയറിയ സമയത്ത് 2 പേര് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, ടിപ്പർ ഓടിക്കുന്ന കണ്ണനല്ലേ എന്ന്. തന്നെ എനിക്കറിയാം. കൈനടി കവലിൽ ഓട്ടോ ഓടിക്കുന്ന മഹേഷിൻ്റെ അളിയനാണെന്ന്. ഞാനപ്പോൾ അങ്ങ് വിശ്വസിച്ചു. അതിലൊരുവൻ്റെ പെങ്ങളുടെ ഭർത്താവ് ആക്സിഡൻ്റായി ഇവിടെ എടുത്തില്ല, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവരിന്ന് അങ്ങോട്ട് കൊണ്ടുവിടുമോ എന്ന് പെട്ടെന്ന് ഞാനൊന്നും ആലോചിച്ചില്ല. അവരെയായിട്ട് വണ്ടിയിൽ കയറി. 2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക്. അതുകൊണ്ട് ഞാൻ ഓർത്തു കല്ലി ഉറങ്ങുമ്പോൾ എത്താന്ന്. അങ്ങനെ പോയതായിരുന്നു. ഇടയ്ക്ക് വെച്ച് അതിലൊരുത്തൻ കത്തിയെടുത്ത് എൻ്റെ കഴുത്തിലേക്ക് ചേർത്തു. പറയുന്ന സ്ഥലത്തേക്ക് വണ്ടി ഓടിക്കാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒന്നും മേലാത്ത അവസ്ഥ. ഇവന്മാർ 2 പേരുണ്ടായിരുന്നല്ലോ. അത് പറയുമ്പോൾ അവൻ്റെ നാവ് കുഴഞ്ഞു. ആകെ ക്ഷീണിതനായിരുന്നു കണ്ണൻ. രാജി, കുറച്ച് വെള്ളം തടി. അവൾ വേഗം അകത്തേക്ക് ഓടി. വെള്ളം കുടിച്ചു കഴിഞ്ഞതും കണ്ണനോട് പോയി കിടക്കാൻ എല്ലാവരും പറഞ്ഞു. അവനാണെങ്കിൽ വല്ലാത്ത തളർച്ചയും ഉണ്ടായിരുന്നു. അവൻ മുറിയിലേക്ക് പോയി. കല്ലുവാണെങ്കിൽ നിന്നെടുത്ത് തന്നെ അങ്ങനെ നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഈശ്വര, എൻ്റെ കണ്ണേട്ടൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കും എൻ്റെ കുഞ്ഞിനും. അവളുടെ കൈ അറിയാതെ വയറിന്മേൽ തഴുകി. അവന്മാരുടെ ആളുകളൊക്കെ ചേർന്ന് കണ്ണിനെ തല്ലിയത്. കുറച്ച് കഴിഞ്ഞ് പാറമടയിൽ വെച്ച് വഴക്കുണ്ടാക്കിയ ആ പിള്ളേർ വന്നു. അവരാണ് പറഞ്ഞത് കണ്ണനല്ല അവരെ അടിച്ചത്, ഇതാള് മാറിയെന്ന്. സുമേഷാണ് അതെല്ലാം പറഞ്ഞത്. അവന്മാർ അവിടെ ഇട്ടിട്ട് വേഗം പോയി കളഞ്ഞു. പിന്നെ ആരൊക്കെയോ ചേർന്ന് കണ്ണനെ ജില്ലാശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ അവൻ്റെ ഫോൺ എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ട് അവർക്കാരെയും വിളിക്കാൻ പറ്റിയില്ല. പിന്നെ പോലീസ് വരണമായിരുന്നു. അവർ എത്തിയപ്പോൾ 3 മണി കഴിഞ്ഞു. അതുവരെ കണ്ണൻ അത്യാഹിത വിഭാഗത്തിലായിരുന്നു. ആരെയും ഫോൺ വിളിക്കാനും അവർ സമ്മതിച്ചില്ല. പോലീസ് വന്നു കഴിഞ്ഞ സത്യാവസ്ഥയെല്ലാം ഇവൻ പറഞ്ഞ ശേഷമാണ് അവർ ഫോൺ വിളിക്കാൻ സമ്മതിച്ചേ. ഹോസ്പിറ്റലിലുള്ളവർ ഓർത്തത് ഇവൻ ഏതോ ക്രിമിനലാണെന്നാണ്. കൂടെ ആരുമില്ലായിരുന്നു താനും. സുമേഷ് പറഞ്ഞു നിർത്തി. എല്ലാവരും അത് കേട്ട് കരയുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഈശ്വര, ഇതെന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഇന്ന് വരെ ഒരു മനുഷ്യരോട് പോലും മുഖം കറുത്തൊരു വാക്ക് പോലും പറയാത്ത എൻ്റെ കുഞ്ഞ്, അവനും ഇങ്ങനൊരു വിധി വന്നല്ലോ. ഷോഫയാണെങ്കിൽ അലമുറയിട്ട് കരയുകയാണ്. അമ്മേ, ഒന്ന് സമാധാനപ്പെട്, ഏട്ടൻ ഇങ്ങെത്തിയല്ലോ. രാജിയും ശ്രീകുട്ടിയും ഒക്കെ അമ്മയോട് ഓരോന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. രാജനാണെങ്കിൽ നെഞ്ചിൽ അമർത്തി തിരുമിയിരിക്കുകയാണ്. അപ്പോഴും കല്ലു, ശ്രീകുട്ടി വിളിച്ചപ്പോൾ കല്ലു അവളെ നോക്കി. കരയാതെ ഇവിടെ വന്നിരിക്ക്. നീ ഇങ്ങനെ വിഷമിച്ചാൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുവാവ് കൂടി സങ്കടപ്പെടും. ഇങ്ങോട്ട് വന്നേ നീ. ശ്രീകുട്ടി അവളെ പിടിച്ചു കൊണ്ടുവന്ന് കസാരയിലിരുത്തി. വിഷമിക്കണ്ട മോളെ, അവനൊന്നും പറ്റിയില്ലല്ലോ. ദൈവം നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെയൊന്നും നമ്മളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഷോഫ അവളെ ആശ്വസിപ്പിച്ചു. അതെ കല്ലു, നമ്മുടെ സമയദോഷമൊക്കെ മാറിയെന്ന് കരുതിയാൽ മതി. സുമേഷ് ആണെങ്കിൽ കണ്ണൻ്റെ മുറിയിലേക്ക് ചെന്നു. നോക്കിയപ്പോൾ അവൻ കണ്ണടച്ച് കിടക്കുകയാണ്. ഉറങ്ങുകയല്ലെന്ന് അവനും മനസ്സിലായി.